ഹലോ, നമുക്കൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്താലോ? ഇതാണ് എൻ്റെ 2025 വിഷൻ ബോർഡ്. ഞാൻ എൻ്റെ ഐപാഡിൻ്റെ വാൾപേപ്പറാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതായിരുന്നു ആ വിഷൻ ബോർഡ്. ഇതിൽ കുറേയൊക്കെ കാര്യങ്ങൾ നടന്നു, കുറേയൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നടക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് 26 സെറ്റാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതുപോലൊന്ന് എഴുതി വയ്ക്കാം. അതായത് 2026 എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ളത് ഇതുപോലൊന്ന് ലിസ്റ്റ് ഇട്ട് എഴുതി വയ്ക്കാം. ശേഷം നമ്മൾ എഴുതി വെച്ച ഓരോ കാര്യത്തിനും ആപ്റ്റായിട്ടുള്ള ഇമേജ് പിൻട്രസ്റ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാൻ ലാസ്റ്റ് ഇയർ മുതൽക്കാണ് വിഷൻ ബോർഡായിട്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പേ ഒക്കെ നമ്മൾ മാനിഫെസ്റ്റേഷൻ പോലെ എഴുതി വയ്ക്കും, എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്യും. പക്ഷേ ലാസ്റ്റ് ഇയറാണ് ഇതേപോലെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തത്. ഒന്നുകിൽ നമ്മൾ കാണുന്ന എവിടെയെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എടുത്ത് നോക്കുന്ന ഇതുപോലെ ഫോണിൻ്റെയോ ഐപാഡിൻ്റെയോ ഒക്കെ വാൾപേപ്പറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. കാരണം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് കാണണം, ലൈക്ക് ഡെയിലി നമ്മളിത് കണ്ടുകൊണ്ടിരിക്കണം. ആൻഡ് ചുമ്മാ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്കും കൂടെ ചെയ്യണം. ഞാൻ മാനിഫെസ്റ്റേഷനിൽ നന്നായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതൊക്കെ വർക്കൗട്ട് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ മസ്റ്റായിട്ടും ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇമേജസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ നമ്മൾ കുറച്ച് പോസിറ്റീവ് അഫർമേഷൻസും കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതേപോലെ പിൻട്രസ്റ്റിൽ പോസിറ്റീവ് അഫർമേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് കോഡ്സും ഒക്കെ അടിച്ചു കൊടുത്താൽ ഇതേപോലെ വരും. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. അതായത് ഓൾറെഡി നമ്മൾ ആഗ്രഹിച്ചത് നടന്നു എന്ന രീതിയിലുള്ള കോഡ്സ് ആയിരിക്കണം എടുക്കുന്നത്. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്യാൻവയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ക്രിയേറ്റ് ന്യൂ ഡിസൈനിൽ A4 സൈസ് ചൂസ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജസൊക്കെ ഇതിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വിഷൻ ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്നുകിൽ വാൾപേപ്പറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് ഇത് കാണുന്ന എവിടെയെങ്കിലും റൂമിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം.